അതും ഷിവൻ സാർ നമുക്ക് ആഡ് ചെയ്ത് തുടങ്ങാം. നമുക്ക് എക്സാം ഹാളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പല വിദ്യാർത്ഥികളും പല മിസ്റ്റേക്കും വരുത്താറുണ്ട്. പിന്നീട് ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് വരെ തോന്നുന്ന തരത്തിൽ ബേസിക് മിസ്റ്റേക്കുകളായിരിക്കും. അപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് സാധാരണ വരാറുള്ളത്, അതെങ്ങനെ നമുക്ക് മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് പല രൂപത്തിൽ എക്സാമിൻ്റെ അത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട നമുക്ക് പറയാം. ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ എന്തായാലും. അപ്പോൾ എക്സാം ഹാളിൽ സാധാരണ കുട്ടികൾ വരുത്താറുള്ള മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ, കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല തിരക്കാരാണ്, പല മൈൻഡ് സെറ്റിലാണ് വരിക. കോൺഫിഡൻസോട് കൂടി വരുന്ന ആൾക്കാർ വളരെ സുന്ദരം. ബാക്കിയുള്ളവർ ആ ഹാൾ കയറുന്നത് തന്നെ കൈ ഇങ്ങനെ കുടഞ്ഞിട്ടാണ് പരീക്ഷ ഹാളിലേക്ക് കയറി വരിക. ആ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്റേഴ്സിൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ തന്നെ അറിയാം ഈ കുട്ടി അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയോ, ആ കൈ ഇങ്ങനെ വറക്കുന്നോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ കുടഞ്ഞിട്ട് പരീക്ഷ ഹാളിൽ ഇരിക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങുന്ന കാണുമ്പോൾ ആ പരീക്ഷ കുളന്നോണ്ട് തന്നെ വേറെ എവിടെയും പോകേണ്ടതുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഏത് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണ്, ഇപ്പോൾ കൂൾ ഓഫ് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആ പരീക്ഷ ഹാളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഒരു മനസ്സിനെ നമ്മൾ ശാന്തമാക്കിയിട്ട് കയറുക. നമുക്ക് എവിടെയാണോ അലോട്ട് ചെയ്തുള്ള സീറ്റ്, ആ സീറ്റിൽ പോയിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇരിക്കുക. അങ്ങനെ ഡെസ്കും ബെഞ്ചൊക്കെ വലിച്ചിട്ടല്ല, നമ്മളൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻവിജിലേറ്റർ വരുമ്പോൾ ഒരു പുഞ്ചിരൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞ് ഒരു നല്ലൊരു ശാന്തമായിട്ട് നേരിടുക എന്നുള്ള ഒന്ന് ഒരു പോസിറ്റീവ് അതായിട്ട് തുടങ്ങുക. ആ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ടെൻഷനല്ല, മറിച്ച് ഒരു നല്ലൊരു പോസിറ്റീവായി ഒരു സ്മൈലോട് കൂടിയിട്ട് കയറുക. പിന്നെ ഈ പേപ്പേഴ്സൊക്കെ വാങ്ങുമ്പോൾ തന്നെ ഒരു ഭവ്യതയോട് കൂടിയിട്ടൊക്കെ വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലേ. പരീക്ഷ എഴുതാനാണ് നമ്മൾ പോണത്. അപ്പോൾ ഒരു ഇൻവിജിലേറ്റർക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൂൾ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൂൾ ഓഫ് ടൈം ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ കൂൾ ഓഫ് ടൈം ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്ന കുട്ടികളാണ് ഏത് പരീക്ഷയും വളരെ ഭംഗിയായിട്ട് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂൾ ഓഫ് ടൈം പല പരീക്ഷയ്ക്കും പല രൂപത്തിലാണുള്ളത്. ഒരു SSLC പരീക്ഷയാണെങ്കിൽ 15 മിനിറ്റ്സാണ്, 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈം ഉള്ളത്. ആ കൂൾ ഓഫ് ടൈം ടു ബി കൂൾ, ആദ്യം അതാണ് വേണ്ടത്, കൂൾ. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് പോകണം. കാരണം ചിലപ്പോൾ ബുക്ക്ലെറ്റ് പോലെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ബുക്ക്ലെറ്റ് പോലെ എത്ര പേജ് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ ആ ഒരു 15 മിനിറ്റിനകത്ത് പോവുകയും ആ 15 മിനിറ്റിനകം നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെ, അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമ്മുടേതായ ഒരു അടയാളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നോർമലി ആ സമയത്ത് പോകുമ്പോൾ സാധാരണ കുട്ടികൾ ആ സമയത്ത് ചെയ്യണ ഒരു ടെൻഡൻസി എന്താ പറയുക, 1 വേർഡ് ക്വസ്റ്റ്യൻ 2 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് അത് എന്നൊക്കെ പറഞ്ഞ ആക്ഷൻസൊക്കെ കാണിക്കണം കാണാം. അതല്ല ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റ് പ്ലാനിങ് ആണ്. എനിക്ക് 40 മാർക്സ് കിട്ടേണ്ട അല്ലെങ്കിൽ 80 മാർക്സ് കിട്ടേണ്ട ഒരു പരീക്ഷയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു 1.5 മണിക്കൂർ പരീക്ഷയാണ് 40 മാർക്സിന് സാധാരണ നോർമലി ഉള്ളത്. ആ 1.5 മണിക്കൂറിൽ 1 മണിക്കൂറും ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ച് ഈ കൂൾ ഓഫ് ടൈമിൽ പ്ലാൻ ചെയ്യുക. പിന്നെ അജ്മൽ സർ പറഞ്ഞ പോലെ തന്നെ ഈസി ടു ടഫ് എന്നൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ എഴുതേണ്ടത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഫസ്റ്റത്തെ ഒരു ഇൻവിജിലേറ്ററിൻ്റെ ഇപ്പോൾ അജ്മൽ സർ പറഞ്ഞല്ലോ ഓൾറെഡി, ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ ഇമോഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡോ നമ്മളെയോ വ്യക്തിപരമായിട്ടോ ഒന്നുമില്ല. നമ്മളെ തിരിച്ചറിയാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മളെ നമ്പറാണ്, രജിസ്റ്റർ നമ്പറാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ എക്സാം ഹോളിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്താ വെച്ചാൽ അതും കൂടി പേടിച്ച് തെറ്റിക്കുന്ന ആൾക്കാരുണ്ടുള്ളതാണ്. അതും കൂടി പേടിച്ച് നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്ത് വെച്ചാൽ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കൂൾ മൈൻഡോട് കൂടി വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എന്ത് ചെയ്യണം, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങണം എന്നുള്ളതാണ്. തുടങ്ങണം കൂൾ ഓഫ് ടൈം അപ്പോൾ ഈ രൂപത്തിൽ ഉപയോഗിച്ച് ആ മുഴുവൻ ക്വസ്റ്റ്യൻസിൽ കൂടെ പോവുകയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അത് ആദ്യം എഴുതി പോകുന്ന ഒരു രൂപം. പിന്നെ കറക്ഷൻ മെത്തേഡൊക്കെ പറഞ്ഞു. ചില പരീക്ഷ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതൊരു യുദ്ധക്കളായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അത്രയധികം വെട്ടൊക്കെ നോർമലി വരും. പക്ഷെ അതിനുപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി, നമ്മുടെ ഒരു പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഒരു നീറ്റ് ആൻഡ് ടൈറ്റ് പേപ്പർ ആവണം. അതിൽ വെട്ടും കുത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അറിയാത്ത രൂപത്തിൽ ഒരു 1 സ്ട്രൈക്ക് കൊണ്ടൊക്കെ തീർക്കുന്ന രൂപത്തിൽ, അതെ, ഒരൊറ്റ വരയിൽ അത് തീർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നമ്പർ ഇടുന്നുണ്ടല്ലോ, അത് ചില കുട്ടികൾ SLC പേപ്പറിൽ പോലും നമ്മൾ കാണാറുണ്ട്. ആ മാർജിൻ്റെ അകത്താണ് ചെയ്യുക. എന്നിട്ട് ഈ നമ്പർ ഏതാണ് ഈ കുട്ടി അറ്റൻഡ് ചെയ്ത് അങ്ങനെ പരിശോധിച്ച് നടക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നമ്പറൊക്കെ നമ്മൾ എഴുതുമ്പോൾ മാർജിൻ്റെ പുറത്തായിട്ടാണ് ചെയ്യേണ്ടത്, അല്ലേ. ഉള്ളിൽ വരേണ്ടത് കംപ്ലീറ്റ് ആൻസേഴ്സുകൾ മാത്രമാണ്. അപ്പോൾ ഈ കുട്ടി ഒന്നാമത് അറ്റൻഡ് ചെയ്താന്നുള്ള മാർജിൻ്റെ ആ ഒരു പുറം ഭാഗത്തായിട്ട് കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പരീക്ഷ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്ക് വളരെ ഭംഗിയാക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ചെറിയൊരു അല്പം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുകയാണെങ്കിൽ, സാധാരണ ഈ വലിയ വിദ്യാഭ്യാസ വിചക്ഷണക്കാർ പറയാനുള്ളൊരു കാര്യം, ഒരു ആൻസർ ഷീറ്റിൽ ഒരു 20 ലൈൻസാണ് മാക്സിമം ഉൾക്കൊള്ളിക്കേണ്ടതെന്നാണ്. അതൊരു 15 ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. അത് ചില ആൾക്കാർ 10 ആക്കിയിട്ട് എഴുതും. അത്ര ഒരു ലാവിഷായിട്ട് പോവും വേണ്ട. എന്നാൽ ഒരു 10-30 വരികളൊക്കെ എഴുതിയിട്ട്, ഇപ്പോൾ ലൈൻഡ് പേപ്പേഴ്സാണ് അധികം ഉള്ളത്, എന്നാലും
ഓരോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയാവുന്നില്ല. ഓരോ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് പോകാൻ തോന്നുന്നുണ്ട്. അല്ല, ഈ സമയത്ത് നമ്മൾ പലപ്പോഴും വീണ്ടും കൂൾ ഓഫ് ടൈമിലേക്ക് തിരിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു 15 മിനിറ്റ് ആണല്ലോ ഒരു എക്സാമിൻ്റെ നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു 15. അതെ, ആ ഒരു ആദ്യത്തെ ഒരു 15 കൂൾ ഓഫ് ടൈം ആണെന്നാണ്. ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ഉപയോഗിച്ച ആൾ എക്സാമിൻ്റെ ഒരു 70% കംപ്ലീറ്റ് ചെയ്തു എന്നാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഈസി ടു ടഫ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് നമ്മൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന ചില ടിപ്സുകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈസി ടു ടഫ് എന്നുള്ളത് കുട്ടികൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അത് എനിക്ക് ഈസി ഉള്ളതായിരിക്കില്ല സാറിന് ഈസി ഉണ്ടാവുക, അതുപോലെ ഫൈവിന് ഉണ്ടാവുക, അത് വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് ഈസി ഉള്ളത് അതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഒരിക്കലും ആ സമയത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്.